Dear friends, welcome to Road to Bethlehem. In the day 25, Christmas Day, and we have reached Bethlehem. We are moving to this first segment. നമ്മൾ ഇന്ന് ഫാമിലിയുടെ റിഫ്ലക്ട് ചെയ്യുന്ന ബൈബിൾ ഭാഗം ലൂക്കയുടെ സുവിശേഷം 2-ാം അധ്യായം 1 മുതൽ 7 വരെയുള്ള വാക്യങ്ങളാണ്. Our first segment, the Bible word. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 2-ാം അധ്യായം 1 മുതൽ 7 വരെയുള്ള വചനഭാഗമാണ് നാം ഇന്ന് കാണുന്നത്. ലോകത്തെങ്ങുമുള്ള ആളുകളുടെ കണക്കെടുക്കണമെന്ന് അഗസ്തസ് സീസർ കൽപ്പന നൽകി. സ്വന്തം നഗരത്തിൽ ചെന്നു വേണമായിരുന്നു ഓരോരുത്തരും സ്വന്തം പേര് ചേർക്കുവാൻ. ജോസഫ് ദാവീദിന്റെ കുടുംബത്തിലും വംശത്തിലും പെട്ട ആളായതുകൊണ്ട് അവർ താമസിച്ചിരുന്ന ഗലീലിയിലെ നസ്രത്തിൽ നിന്ന് ദാവീദിന്റെ പട്ടണമായ ബെത്ലഹേമിലേക്ക് പോയി. കൂടെ പൂർണ്ണ ഗർഭിണിയായ ഭാര്യ മറിയവുമുണ്ടായിരുന്നു. അങ്ങനെ ബെത്ലഹേമിലെത്തിയപ്പോൾ അവർക്ക് താമസിക്കുവാൻ ഒരു സ്ഥലം പോലും ലഭിച്ചില്ല. അങ്ങനെ അവർ കാലികളെ കെട്ടുന്ന ഒരു സ്ഥലം കണ്ടെത്തി. അവിടെ വെച്ച് മറിയം ഉണ്ണിയേശുവിനെ പ്രസവിച്ചു. തുണിയിൽ പൊതിഞ്ഞ് ഒരു പുൽത്തൊട്ടിയിലാണ് ഉണ്ണിയേശുവിനെ കിടത്തിയത്. ഗർഭിണിയായ മറിയവും യൗസേപ്പും കൂടി താമസിക്കുവാൻ ഒരു സ്ഥലം അന്വേഷിച്ച് നടന്നിട്ട് കിട്ടിയില്ലെന്ന് നാം കണ്ടില്ലേ? ഏതെങ്കിലും രീതിയിൽ സഹായം ആവശ്യമുള്ളവരെ കാണുമ്പോൾ നമുക്കല്പം ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായാലും അവരെ സഹായിക്കണം. അങ്ങനെയെങ്കിൽ ഈശോ നമ്മുടെ ഹൃദയത്തിലും ജനിക്കും. അപ്പോ ഈ വചനഭാഗം വായിക്കാൻ മറക്കരുത് കേട്ടോ. നമ്മളോടുള്ള സ്നേഹത്തെ പ്രതി ഈശോ സ്വർഗത്തിൽ നിന്ന് ഭൂമി വന്നു. നമ്മൾ ഈ ദിവസങ്ങളിൽ ഡിഫറെന്റ് സ്റ്റോറീസ് കേട്ടു. ഈ സെഗ്മെന്റിന്റെ ലാസ്റ്റ് സ്റ്റോറി ആക്കാൻ നിങ്ങൾ റെഡി അല്ലേ? സോ ലെറ്റ്സ് മൂവ് ടു സ്റ്റോറി ടൈം. ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും മെറി ക്രിസ്മസ്. അങ്ങനെ നമ്മൾ ക്രിസ്മസ് ദിനത്തിൽ എത്തി നിൽക്കുകയാണ് അല്ലേ? ഡിസംബർ 1 തൊട്ട് ഇന്ന് വരെ ഈ 25 ഡേയ്സ് നമ്മൾ ഒരുമിച്ചൊരു യാത്രയിലായിരുന്നു. ഇന്ന് നമ്മൾ ഓർക്കാൻ പോകുന്നത് വിശുദ്ധ ഫ്രാൻസിസ് ഓഫ് അസിസിയെക്കുറിച്ചാണ്. എന്തുകൊണ്ടാണ് ഫ്രാൻസിസ് അസിസിയെ ഓർക്കാൻ കാരണം എന്നറിയാവോ? നമ്മളെല്ലാവരും ക്രിസ്മസിന് പുൽക്കൂടൊക്കെ ഒരുക്കി ഉണ്ണീശോയുടെ മറ്റു രൂപങ്ങളൊക്കെ വെച്ചു. ഇതിൻ്റെ തുടക്കം കുറിച്ച ഒരാളാണ് ഫ്രാൻസിസ് അസിസി. അതുപോലെ തന്നെ കാരൽ സിംഗിങ്ങും ഈ ലോകത്തിൻ്റെ മുമ്പിൽ പരിചയപ്പെടുത്തിയത് അസിസിയാണ്. അസിസി എപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട്, സ്നേഹിക്കുക, ദൈവത്തെ സ്നേഹിക്കുക. ക്രിസ്മസിൻ്റെ മെസ്സേജ് തന്നെ സ്നേഹമാണ് അല്ലേ? അസിസി പറയുന്ന ഒരു വളരെ പ്രശസ്തമായൊരു വാക്യമുണ്ട്, ഈശോയെ ഞാൻ നിന്നെ സ്നേഹിക്കുന്നത് സ്വർഗത്തിൽ പോകണമെന്നുള്ള ആഗ്രഹത്താലാണെങ്കിൽ നീ ആ സ്വർഗത്തിൻ്റെ വാതിലുകൾ എനിക്കെതിരെ കൊട്ടിയടയ്ക്കണം. മറിച്ച് ഞാൻ നിന്നെ സ്നേഹിക്കുന്നത് നരകത്തിൽ പോകുമെന്നുള്ള ഭയത്താലാണെങ്കിൽ എന്നെ ആ നരകത്തിലേക്ക് തള്ളിയിടണം. എന്താ ഇതിൻ്റെ അർത്ഥം? അതായത് ഒരു കണ്ടീഷനും ഇല്ലാതെ നമ്മൾ ഈശോയെ സ്നേഹിക്കണം. ഈശോ അങ്ങനെയല്ലേ? നമ്മൾ തെറ്റ് ചെയ്താലും നമ്മൾ മാറിപ്പോയാലും പിണങ്ങിപ്പോയാലും ഈശോ പുറകെ വന്ന് നമ്മൾ വീണ്ടും ചേർത്ത് പിടിച്ച് നമുക്ക് ഉമ്മ തന്ന് നമ്മളെ കൂടെ കൊണ്ടു നടക്കും. അതല്ലേ നമ്മുടെ ഈശോ? അപ്പം അതുപോലെ ഈശോയെ സ്നേഹിച്ചിരുന്ന ഒരാളായിരുന്നു. ഇത് അദ്ദേഹം എല്ലാവരോടും പറയുമായിരുന്നു. അസിസിക്ക് ധാരാളം സുഹൃത്തുക്കളുണ്ടായിരുന്നു. അപ്പോൾ ഒരിക്കലും ഒരു സുഹൃത്തിനോട് ദൈവസ്നേഹത്തെക്കുറിച്ച് പറയുമ്പോൾ അദ്ദേഹം പറയാം, നമ്മളിതിനെ ദൈവത്തെ സ്നേഹിക്കുന്നത് അതിൻ്റെ ഒന്നും ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അസിസി മറുപടിയൊന്നും തർക്കത്തിനൊന്നും പോകാറില്ല. അസിസി ഒന്ന് ചിരിച്ചു. അങ്ങനെ ഒരു ദിവസം ഈ സുഹൃത്തുമായിട്ടൊരു യാത്രയിൽ പോകുമ്പോൾ ഒരു അന്ധനെ വഴിയിൽ വെച്ച് പരിചയപ്പെടുകയാണ്. അസിസി പ്രാർത്ഥിക്കുമ്പോൾ അയാൾക്ക് കാഴ്ച കിട്ടും. വേഗം അയാൾ പറയും, ഗുരു, ഞാൻ എത്രമാത്രം അങ്ങയോട് കടപ്പെട്ടിരിക്കുന്നു, ഒത്തിരി നന്ദിയുണ്ട്, ഞാൻ ഇനി അങ്ങയോടൊപ്പം ജീവിക്കാം, അങ്ങ് പറയുന്നത് പോലെ എല്ലാം ഞാൻ ചെയ്തോളാം എന്ന്. അപ്പം അയാളിത് പറയുമ്പോഴത്തേക്ക് അസിസി മറുപടി ഒന്നും പറയാതെ അയാളെ നോക്കിച്ചിരിക്കും. എന്നിട്ട് ഈ കൂട്ടുകാരൻ്റെ മുഖത്തേക്ക് നോക്കുമ്പോൾ കൂട്ടുകാരൻ ഇങ്ങനെ ആകെ ഇടിവെട്ടി കണക്ക് നിൽക്കുകയാണ്. അപ്പോൾ അസിസി ചോദിച്ചു, കണ്ടില്ലേ, എനിക്ക് അദ്ദേഹത്തെ ഒരു പരിചയമില്ല, അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലുണ്ടായ ഒരു അനുഗ്രഹത്തെ ഓർത്ത് അയാൾ പറയുകയാണ്, ഞാൻ ജീവിതകാലം മുഴുവൻ അങ്ങ് പറയുന്ന പോലെ അങ്ങയുടെ ഇഷ്ടമനുസരിച്ച് ജീവിക്കുക. അങ്ങനെയാണെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കും, നമ്മൾ എത്രമാത്രം ദൈവത്തോട് കടപ്പെട്ടിരിക്കുന്നു അല്ലേ? ദൈവത്തെ സ്നേഹിക്കാൻ, ദൈവത്തോട് ചേർന്ന് നടക്കാൻ. ശരിക്കും നമ്മൾ ഈശോയോട് ചേർന്ന് നടന്നാൽ ആർക്കാ മെച്ചം? നമുക്ക് തന്നെയാണ്. നമ്മൾ ഈശോയോട് ചേർന്ന് നടക്കണമെന്ന് പറയുന്നത് എന്തിനാണെന്നറിയാവോ? നമ്മൾ ഇരുട്ടിലാകാതിരിക്കാൻ, സങ്കടത്തിലാകാതിരിക്കാൻ, പ്രശ്നങ്ങളിൽ പെട്ടുപോകാൻ. ഇതൊക്കെ സംഭവിക്കുമ്പോഴും ഈശോ കൂടെ ഉണ്ടെങ്കിൽ നമുക്കൊരു ഉറപ്പുണ്ടല്ലേ, ഈശോ എൻ്റെ കൂടെയുണ്ട്, ഈശോ എന്നെ നയിക്കും, ഈശോ എന്നെ ശക്തിപ്പെടുത്തും. അപ്പം നമ്മൾ ഈ 25 ദിവസം ഒരുക്കം നമ്മൾ ഇത് സ്റ്റോറി ടൈം ഇവിടെ തീരുകയാണ്. അപ്പോൾ എൻ്റെ കുഞ്ഞു കൂട്ടുകാരെ ഓർക്കണം, ഈശോയാണ് നമ്മുടെ ബെസ്റ്റ് ഫ്രണ്ട്. ഈശോ നമ്മളെ സ്നേഹിക്കുന്ന പോലെ ഈ ലോകത്തിൽ ആർക്കും നമ്മളെ സ്നേഹിക്കാൻ പറ്റത്തില്ല. ആ സ്നേഹത്തിൻ്റെ ഓർമ്മയാണ് ക്രിസ്മസ്. ഈശോ കാലിത്തൊഴുത്തിലേക്ക് വന്നത് കാലിത്തൊഴുത്തിൽ കൊട്ടാരമൊന്നുമല്ല, വാതിലില്ല, ആർക്കും വരാം, എപ്പോൾ വേണമെങ്കിലും ഈശോയെ കാണാം. അത്രയ്ക്ക്
ഫ്രീഡം ഈശോ നമുക്ക് തന്നിട്ടുണ്ട്. എപ്പോൾ വേണമെങ്കിലും ഈശോയുടെ ഹൃദയത്തിൽ നമുക്ക് സ്പേസ് ഉണ്ട്. അതെപ്പോഴും നമ്മുടെ ഓർമ്മയിലിരിക്കട്ടെ. നമുക്ക് നമ്മുടെ ഹൃദയത്തോട് ചേർത്ത് ഈശോയെ സ്നേഹിക്കാം. ഈശോയുടെ സ്വന്തമായിട്ട് നമുക്ക് തീരാം. ബൈ. ഫ്രാൻസിസ് അസീസി നമുക്ക് കഥയിലൂടെ തരുന്ന മെസ്സേജ് എന്താ? ദൈവത്തെ ഒരു കണ്ടീഷനും ഇല്ലാണ്ട് സ്നേഹിക്കണം. അതാണ് റോഡ് ടു ബെത്ലഹേമിന്റെ മെസ്സേജും. ഈ ക്രിസ്മസ് ദിനത്തിൽ നമുക്ക് റോമിലെ കാഴ്ചകളിലേക്ക് പോവാം. ലെറ്റ്സ് മൂവ് ടു ക്രിസ്മസ് അറൗണ്ട് ദ വേൾഡ്. റോമിലെ ആഘോഷങ്ങൾക്ക് തുടക്കം കുറിക്കുന്നത് ഡിസംബർ 8-നാണ്. അത് ജനുവരി 6 വരെ നീണ്ടു നിൽക്കും. തുടക്കം മുതൽ ഒരു ആഘോഷത്തിന്റെ നിറവ് നിലനിർത്താറുണ്ട് റോമിലെ ജനങ്ങൾ. ഡിസംബർ 7-ാം തീയതി വൈകുന്നേരം മുതൽ ഒരുക്കങ്ങൾ തുടങ്ങും. അവസാനിക്കുന്ന ജനുവരി 6-നും വർണ്ണാഭമായ സെലിബ്രേഷൻസ് ആണ് റോമിലുള്ളത്. റോമിലെ എല്ലാ പള്ളികളിലും വളരെ ഡിഫറൻ്റായ രീതിയിൽ പുൽക്കൂടുകൾ ഒരുക്കും. റോമിലെ ഏറ്റവും മനോഹരമായ കാഴ്ചയും ഈ പുൽക്കൂടുകളാണ്. ക്രിസ്മസ് സീസണിലെ ഒരു തിരക്കേറിയ ഇടമാണ് വത്തിക്കാനിൽ നടത്തുന്ന എക്സിബിഷൻ. പല സ്ഥലങ്ങളിൽ നിന്നുമുള്ള ആളുകൾ ഇതിൽ പങ്കെടുക്കും. വളരെ വ്യത്യസ്തങ്ങളായിട്ടുള്ള 100 ക്രിബുകളാണ് ഇവിടെ ഒരുക്കുന്നത്. അതുപോലെ തന്നെ വത്തിക്കാന്റെ സമീപം നടത്തുന്ന മറ്റൊരു എക്സിബിഷൻ ഉണ്ട്. ഈ എക്സിബിഷന്റെ പ്രത്യേകത ഇത് ലിവിംഗ് ക്രിബാണ്. അതായത് ജീവനുള്ള മനുഷ്യരും മൃഗങ്ങളുമൊക്കെ കഥാപാത്രങ്ങളായി വേഷമിടും. അടുത്തത് സെയിന്റ് പീറ്റേഴ്സ് സ്ക്വയറിൽ ഒരുക്കുന്ന നേറ്റിവിറ്റി രംഗമാണ്. ഇത് ഓരോ വർഷവും വ്യത്യസ്തമാണ്. ഓരോ വർഷവും ഓരോ പ്രദേശത്തിൽ നിന്നുള്ളവരാണ് ഇതൊരുക്കുന്നത്. അതുപോലെ തന്നെ റോമിലെ ക്രിസ്മസ് സീസണിലെ വളരെ സജീവമായ കാഴ്ചയാണ് ക്രിസ്മസ് മാർക്കറ്റുകൾ. വളരെ വലിപ്പത്തിലുള്ള എല്ലാത്തരം സാധനങ്ങളും കിട്ടുന്ന ക്രിസ്മസ് മാർക്കറ്റുകൾ റോമിലെ കാഴ്ചയാണ്. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ടത് മാർപ്പാപ്പയുടെ കാർമ്മികത്വത്തിൽ നടക്കുന്ന തിരുപ്പിറവിയുടെ ശുശ്രൂഷകളാണ്. ആയിരക്കണക്കിന് ആളുകൾ വളരെ ഭക്ത്യാദരപൂർവ്വം ഈ ശുശ്രൂഷകളിൽ പങ്കെടുക്കുന്നു. നമ്മളെല്ലാവരും റോമിലെ ക്രിസ്മസ് കാഴ്ചകൾ കണ്ട് ഇനി നമുക്ക് പ്രോഗ്രാമിലേക്ക് തിരിച്ചു വരാം. ഡിസംബർ 1 തൊട്ട് ഇന്ന് വരെ ഓരോ ടീം നമുക്ക് കാരൽ സോങ് പാടുന്നുണ്ട്. എല്ലാവരും അടിപൊളിയായിരുന്നു. ഇന്ന് നമുക്ക് നമ്മുടെ അവസാനത്തെ കാരൽ സോങ് കേൾക്കാം. ലെറ്റ്സ് മൂവ് ടു കാരൽ സിംഗിങ്. Lord God, let your blessings come upon us as we light the candles of this wreath. May the wreath and its light be a sign of Christ's promise to bring us salvation. We ask this through Christ our Lord. Amen. Silent night, holy night.
ഡിസംബർ 1 തുടങ്ങിയ നമ്മുടെ ഈ യാത്ര ഗ്രേസ്ഫുള്ളി ബെത്ലഹേമിൽ എത്തിയിരിക്കുകയാണ്. ഇന്ന് ഡിസംബർ 25 നമ്മൾ റോഡ് മാപ്പിൽ ഇന്ന് ബെത്ലഹേമാണ് മാർക്ക് ചെയ്യുന്നത്. നിങ്ങൾ ചാർട്ട് പേപ്പർ ആയിട്ട് റെഡി അല്ലേ? ഞങ്ങൾ മാർക്ക് ചെയ്യാൻ പോവാ. നിങ്ങൾ മാർക്ക് ചെയ്തോ. ബാ. നമ്മുടെ ലാസ്റ്റ് ആക്ടിവിറ്റിയും കഴിഞ്ഞു. ക്രിസ്മസ് ഡേയിലെ ആക്ഷൻ ഇതാണ്, ഫാമിലി ടൈം. നമ്മുടെ ഫാമിലി ഒരുമിച്ച് ഈ 25 ഡേയ്സിന്റെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യണം. നിങ്ങൾ ചെയ്യല്ലേ? ചെയ്യണം. ഇന്നലെ നൽകിയ ചോദ്യത്തിനുത്തരം സക്രിയയുടെ. ഉത്തരങ്ങൾ അയച്ചവരിൽ നിന്ന് തിരഞ്ഞെടുത്ത വിജയി മെറിൻ ബി ലോക്ക്, താനിവിള റിജി ഭവൻ, തോട്ടത്തറ ആയൂർ. ഉത്തരങ്ങൾ അയച്ച എല്ലാവരെയും ഈശോ അനുഗ്രഹിക്കട്ടെ. നിങ്ങൾ ക്വസ്റ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യായിരിക്കും അല്ലേ? പക്ഷെ ഇന്ന് ക്വസ്റ്റ്യൻ ഇല്ല, അതിന് പകരം ഒരു സർപ്രൈസ് ഉള്ളത്. ഈ 24 ദിവസം ഉത്തരം അയച്ചതിൽ നിന്ന് ഒരു വിജയെ തെരഞ്ഞെടുത്തിട്ടുണ്ട്. ആ വിജയ്ക്ക് ഞങ്ങൾ ക്രിസ്മസ് സമ്മാനം അയക്കും. അതാണ് ഇന്നത്തെ സർപ്രൈസ്. ആ വിജയ് ആരാന്നറിയണ്ടേ? ആ വിജയ് ട്വിങ്കിൾ, നമ്പർ 6, അനുഗ്രഹ വില്ല, 14th ഡി ക്രോസ്, യെല്ലമ്മ ടെമ്പിൾ സ്ട്രീറ്റ്, എജിപുര, വിവേക് നഗർ പോസ്റ്റ്, ബാംഗ്ലൂർ. കൂട്ടുകാരെ, റോട്ട് ബെത്ലഹേം എന്ന പ്രോഗ്രാം ഇവിടെ അവസാനിക്കുകയാണ്. ക്രിസ്മസ് ഒരുക്കത്തിനായി ഈശോ എന്നൊരു ബ്യൂട്ടിഫുൾ ഗിഫ്റ്റ് ആണ് ഈ പ്രോഗ്രാം. ദൈവം എല്ലാവരും അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു ഓൾ. മെരി ക്രിസ്മസ്. ബൈ.